ഗായ്സ്, ഹസ്ബൻഡിൻ്റെ അളിയൻ പുതിയതായിട്ട് ടർഫ് തുടങ്ങി കേട്ടോ. ഹസ്ബൻഡ് അളിയനും ഫ്രണ്ട്സും. അതിൻ്റെ ഉദ്ഘാടനത്തിന് വരുന്ന ആരാന്നറിയാം? നമ്മുടെ അയ്യം വിജയൻ ചേട്ടൻ. അതാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ്. നമസ്കാരം, ഞാൻ അയ്യം വിജയൻ. MKM സ്പോർട്സ് ഹബിൻ്റെ ഇനോഗ്രേഷനിൽ ഈ 11-ാം തീയതി ഞായറാഴ്ച ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് നമ്മുടെ ഓടാങ്കര പള്ളിപ്പെരുന്നാളിന്റെ തലേ ദിവസം തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സുപ്രസിദ്ധ സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രൊപ്പറേറ്റർ കോട്ടയം കുഞ്ഞച്ചൻ. അയ്യം വിജയൻ ചേട്ടന്റെ ആരാധകരെല്ലാം ചേട്ടനെ കാണാനായിട്ടാണ് ഉദ്ഘാടനത്തിന് അവിടെ വന്നത് കേട്ടോ. ശേഷം എന്തൊക്കെ ഉണ്ടായെന്ന് നമുക്ക് കാണാം. രാവിലെ എന്തായാലും ഒരു വലിയ സെലിബ്രേറ്റ് വരികയല്ലേ, ഞാൻ അടിച്ചു നനച്ച് കുളിച്ച് റെഡിയായി. തരില്ല, ഞാൻ ഇതാർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി. എന്തായാലും വൃത്തിക്ക് ഒരുങ്ങിയതല്ലേ, കുറച്ച് റീൽസ് ഒക്കെ എടുത്തങ്ങ് ഇൻസ്റ്റയിൽ ഇടാമെന്ന് കരുതി തലങ്ങും വിലങ്ങും ഫോട്ടോയും വീഡിയോയും ഞാനും എടുത്തു. എന്നിട്ട് ഞങ്ങൾ കുടുംബക്കാരെല്ലാം അങ്ങ് പുറപ്പെട്ടു. അയ്യം വിജയൻ ചേട്ടൻ വരുമെന്ന് പറഞ്ഞത് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നേരത്തെ വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വെള്ള ഷർട്ടിട്ട് നിൽക്കുന്ന ചേട്ടനാണ് ഇവിടുത്തെ ഓണറിൻ്റെ അച്ഛൻ. അദ്ദേഹമാണ് റിബൺ കട്ടിങ് ചെയ്തത്. അയ്യം വിജയൻ ചേട്ടൻ പന്ത് തട്ടി ഉദ്ഘാടനം ചെയ്യുന്ന രംഗമാണ് ഞാൻ അടുത്ത് നിങ്ങൾ കാണുന്നത്. വിജയൻ ചേട്ടൻ്റെ ഒറ്റ കിക്കിൽ ചേട്ടൻ്റെ ചെരുപ്പ് സഹിതം പോയി നെറ്റിൽ വീണു. എന്നാലും ആ ചേട്ടൻ്റെ ചരിത്രപ്രസിദ്ധമായ ഒരു കിക്ക് നേരിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നെറ്റിൽ കുരുങ്ങിയ ചെരുപ്പൊക്കെ ചേട്ടൻ പിന്നെ തിരിച്ചെടുത്തിട്ടു. എന്തായാലും ഞങ്ങളുടെ കൂടെ ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കുറച്ചുകൂടെ അടുത്ത് തന്നെ. ഇപ്പോൾ വളരെ കുറച്ച് പേരെ അവിടെ എത്തിയിട്ടുള്ളൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. കാരണം പരിപാടി ഉച്ച കഴിഞ്ഞാണ്. ടർഫിൻ്റെ ചുവരിൽ നമ്മുടെ നാട്ടുകാരനും അയൽവാസിയും ഹസ്ബൻഡ് ഫ്രണ്ടും കൂടെ ആയ ഏഷ്യൻ ഗെയിംസിലൊക്കെ പോയി ഗോൾഡ് മെഡൽ നേടിയ ഞങ്ങളുടെ സ്വന്തം ജോസഫ് ജി എബ്രഹാം ചേട്ടൻ്റെ ഒരു ചിത്രം അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ചെറിയ ഒരു ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ആ മുന്നിൽ ഓടി ജയിക്കുന്ന ആളാണ് ഞങ്ങളുടെ ഈ സ്വന്തം ചേട്ടൻ. ഞങ്ങൾ ജൂബി ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഭയങ്കര ഹമ്പിളായിട്ടുള്ള ആളാണ് കേട്ടോ. ഇത്രയൊക്കെ വലിയ നേട്ടമൊക്കെ നേടിയിട്ടും നമ്മുടെയൊക്കെ വീട്ടിൽ വരുമ്പോൾ എത്ര ഹമ്പിളാണ്. അതുമല്ല പുറത്താണെങ്കിലും ചേട്ടൻ്റെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ ഭയങ്കര നല്ല സ്വഭാവമുള്ളൊരു ചേട്ടനാണ്. ഒട്ടും ജാടയില്ലാത്തൊരു പാവം ചേട്ടനാണ് കേട്ടോ. ജൂബി ചേട്ടനും ഇന്ന് വരുന്നുണ്ട് എന്നറിയോ. നമ്മുടെ സ്വന്തം ജൂബി ചേട്ടൻ, 31ൻ്റെ അഭിമാനമായ ജൂബി ചേട്ടൻ്റെ കൂടെ സെൽഫി. ഈ ടർഫ് മുണ്ടക്കയത്ത് പൈങ്ങിന ഭാഗത്താണ്. ഇവിടെ ഞാനിപ്പം ഒത്തിരി വെയിലായിരിക്കും, ഉച്ച സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും പ്രോഗ്രാമിന് വരുമ്പോൾ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അയ്യം വിജയൻ ചേട്ടൻ ഇവിടെ പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഓണറും കൂടെ ആയ ആ ചേട്ടൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതിനുശേഷം പോയി അദ്ദേഹം. ഞങ്ങൾ എന്തായാലും അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്ന ഫുഡ് വന്ന് കഴിച്ചു. നെയ്ച്ചോറും ചിക്കൻ കറിയും. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കിട്ടൊരു പണി കിട്ടി, ഞാൻ പറയാം. അതിനു മുമ്പേ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. പ്രസംഗിക്കുന്ന വ്യക്തി കായിക കലയുടെ തന്നെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്ന നമ്മുടെ തോമസ് മാഷാണ്. നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ. കൂടുതൽ എന്ന് പറയാനില്ല. എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. എൻ്റെ ശിഷ്യൻ ജോസഫ് ജി എബ്രഹാം, നിരവധി താരങ്ങൾ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ജോസഫ് ജി എബ്രഹാം, നേരത്തെ കാണിച്ച ഞങ്ങളുടെ ജൂബി ചേട്ടനാണ് തൊട്ടു പുറകിലിരിക്കുന്നത്. തൻ്റെ ശിഷ്യൻ ഇത്രയും വലിയൊരു വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആ അധ്യാപകന് എത്രത്തോളം സന്തോഷം ഉണ്ടാവും അല്ലേ. ഇവരിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുപഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര ഹമ്പിളാണ് അവരൊക്കെ എന്നറിയോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്വാഗത പ്രസംഗം പറയേണ്ടത് എൻ്റെ നാത്തൂൻ്റെ കൊച്ച്, അതായത് ഞാൻ പറഞ്ഞില്ലേ അളിയൻ്റെ ടർഫാന്ന്, അളിയൻ്റെ കൊച്ചിനാണ് കിട്ടിയത്. അവൾ നൈസായിട്ട് അത് എൻ്റെ തലയിലോട്ട് വെച്ച് തന്നു. ഞാനത് കാണാതെ പഠിക്കേണ്ടി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ VIPs ആയിട്ട് വരേണ്ടിയിരുന്ന 1-2 പേര് ഉണ്ട്. അത് ഫേമസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അവരവിടെ എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സ്വാഗത പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു അത് പറയാനായിട്ട്. ഞാൻ സത്യത്തിൽ അവിടെ നിന്ന് വിയർത്തു പോയെന്ന് തന്നെ പറയാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ പൂരങ്ങളുടെ
മാറ്റുവൻ ചട്ടുകങ്ങളെ. സംഘാടകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ചേട്ടൻ സ്പോർട്സ് ഹബിന്റെ എന്തൊക്കെയോ പറഞ്ഞ് വീണടം വിദ്യ എന്ന രീതിയിൽ ഞാൻ ഒരു തരത്തിൽ തടി തപ്പി. ഏവർക്കും ഞാൻ കോണയിൽ കൊച്ചാപ്പി, നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം വിവിധ സ്പോർട്സ് ക്ലബ്ബുകളിൽ നിന്ന് വന്ന കുട്ടികളുടെ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു. മോന് പിന്നെ നാത്തൂനും പിള്ളേരും ഒക്കെ അത് കാണാൻ നിന്നു. പക്ഷെ ഞാനും മോളും അവിടെ നിന്ന് പോന്നു. ഒത്തിരി നേരം ആയിരുന്നു, വൈകുന്നേരം വരെ ആയില്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഷവർമയും ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചങ്ങ് വീട്ടിലെത്തി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്.